അടിപൊളി. മാമാങ്കം സിനിമയിലെ സെറ്റ് പൊളിച്ച് ഇവിടെ കൊണ്ടും സെറ്റ് ചെയ്തേക്കണേണ് ഇവര്ട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് നമ്മുടെ സ്വന്തം വണ്ടിയിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ബ്രോഷർ കിട്ടി. അർജുന ബോട്ട് സർവീസസ് ബാക്ക് വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നെട്ടൂരാണ് കേട്ടോ. നെട്ടൂര് നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഒരു പാലം കയറി അപ്പുറത്ത് ഇറങ്ങണം. അത് തേവര കുണ്ടന്നൂർ പാലം കയറിയിട്ട് വേണം അപ്പുറത്ത് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് ഞാനും ഉണ്ട്, എൻ്റെ ബ്രദർ, പിന്നെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ പാലത്തിൽ കൂടെ നടന്നു പോകാനാണെങ്കിൽ ഇത്തിരി ഒരു ടാസ്ക് ആണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തൊന്ന് കറങ്ങി അങ്ങോട്ട് പോകുന്ന വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ചധികം നാളായിട്ട് അവർ അടച്ചിട്ടേക്കായിരുന്നു, കാരണം ടൂറിസം എല്ലാം പോസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ രണ്ടാമത് അവർ നല്ല പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവരുടെ ഇതിനകത്ത്. മാംഗ്രൂവ് ഫോറസ്റ്റിൽ കൂടെയുള്ള ഒരു ടൂറ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് നമ്മുടെ കുണ്ടന്നൂർ പാലത്തിൻ്റെയും അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൻ്റെയും ലാൻഡിംഗ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നമ്മുടെ കുണ്ടന്നൂർ പാലത്തിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോന്തുരുത്തി കാണാം കേട്ടോ. കോന്തുരുത്തി നമ്മുടെ സ്ഥലം കാണാം. അവിടെ നമ്മുടെ ഫുഡ് ട്രക്കിന് വീഡിയോ ഒക്കെ ചെയ്തില്ലായിരുന്നു. അത് വലിയ ഫുഡ് ട്രക്ക് അവിടെ കിടപ്പുണ്ട് കേട്ടോ. സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിനി പോകേണ്ട റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുണ്ടന്നൂർ പാലം ഇറങ്ങി ലാൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇമീഡിയറ്റ് യൂ ടേൺ ലെഫ്റ്റ്. ഇതാണ് നമ്മുടെ തേവര കുണ്ടന്നൂർ സമാന്തര പാലം കേട്ടോ. അപ്പോൾ ഈ പാലം കയറി ഇറങ്ങണം നമുക്ക്. ഇവിടെ നിന്ന് റൈറ്റ് കേട്ടോ, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അർജുന ബാക്ക് വാട്ടർ. പിന്നെയും റൈറ്റ്, പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകണം. എന്നിട്ട് ലെഫ്റ്റ് ആ ഭാഗത്താണ്. കറക്റ്റ് നമ്മൾ പാലത്തിൻ്റെ അടിയിലായിട്ട് എത്തിയിട്ടോ. നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിയിലെത്തി. നമ്മളെത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ അർജുന ബോട്ട് സർവീസസ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. ഇതേ ബോട്ടുകൾ കിടപ്പുണ്ട്. ബോട്ട്സ് ഉണ്ട്, കയാക്സ് ഉണ്ട്. എൻ്റെ പേരെന്താ? പട്ട പേരെന്താ? കുട്ടൂസിലൂടെ ഉണ്ട് ഇപ്പം നിൽക്കണം. മോൻ്റെ പേരെന്താ? അമ്പാടി. അമ്പാടി വീട് എവിടെ? അതാണ് അമ്പാടി വീട്. ആഹാ. നമ്മൾ വന്ന പാലമാണ് കാണുന്നത്, കുണ്ടന്നൂർ പാലം. പിന്നെ നമ്മുടെ മരട് ഫ്ലാറ്റില്ലേ, ആ പൊളിച്ച ഫ്ലാറ്റ്, അത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സ്ഥലത്തായിരുന്നു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ കാണുന്ന സ്ഥലത്ത്. പിന്നെ രണ്ടെണ്ണം അതിൻ്റെ പുറകിലായിരുന്നു. എൻ്റെ പേരെന്താ? മഹേന്ദ്രൻ. ചേട്ടൻ്റെ വീട്? എൻ്റെ വീട് അടുത്ത് തന്നെയല്ലേ. എന്തൊക്കെ മീനാണ് കിട്ടുന്നത് ഇവിടെ കൂടുതൽ? കരിമീനുണ്ടാവും, പല ഇന്ന സാധനമൊന്നുമില്ല. ആണല്ലേ? ആഹാ. ഇത് മീനിന് തീറ്റ വെച്ച് കൊടുത്തിട്ട് പിടിക്കുന്ന ഒരു പരിപാടിയാണ്. ആണല്ലേ? ഈ കോല് കുത്തിവെച്ചാണ് അതിൻ്റെ അടിയിൽ കപ്പയിടുന്നത്. അപ്പോൾ പുതിയൊരു ടെക്നിക്കാണല്ലേ രാമേന്ദ്രൻ ചേട്ടൻ അല്ലേ? മഹേന്ദ്രൻ ചേട്ടൻ്റെ പുതിയൊരു ടെക്നിക്കാണ്ടത്. നമ്മുടെ മീനെ വെറുതെ വലയിട്ട് പിടിക്കലല്ല, മീന് ഫുഡ് കൊടുത്ത് അല്ലെ ആകർഷിച്ച് കൊത്താൻ നേരത്ത് ഇത് കിടന്നാണ്. ഓ, എന്നിട്ട് അപ്പൊ ആ അവൻ സാധാരണ പച്ചക്കപ്പ ഇട്ട് കൊടുക്കും. അല്ല, നമ്മുടെ കോലുകപ്പയില്ലേ, കോലുകപ്പ മേടിച്ച് പൊളിച്ച് നമ്മളത് കമ്പിയിൽ കുത്തി വെച്ചും നമ്മൾ അതിന്റെ മുകളിൽ ഫോട്ടോ കുത്തും. ഭയങ്കര പരിപാടിയാണല്ലോ. ഇതാണ് നമ്മുടെ അരുൺ. അപ്പൊ അരുണിനാണ് ഞാൻ നേരത്തെ വിളിച്ചേട്ടാ, മുഖം ഒന്ന് കാണിച്ചു വേണമെങ്കിൽ. അപ്പോൾ അരുണാണ് ഇതിൻ്റെ എല്ലാം അല്ലേ, എല്ലാം ഓണറും മുതലാളി എല്ലാവരും തന്നെയാണ്. അപ്പോൾ അരുണിനാണ് ഞാൻ നേരത്തെ ഫോണിൽ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അരുൺ ഡയറക്റ്റ് വരാൻ. അപ്പോൾ എനിക്കൊരു ബ്രോഷർ കിട്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി അറിയണേ കേട്ടോ. ആണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാട്ടോ. വിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്ക്. അതെ. പിന്നെ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ അരുണൊന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ? കണ്ടൽക്കാടുകൾ, ഈ നേരെ കാണുന്ന മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലേ? സ്റ്റാർട്ടിങ് മാത്രമാണ്, അകത്തോട്ട് ഒരുപാടുണ്ട്. ആണല്ലേ? അപ്പോൾ നേരെ കാണുന്ന ആ കണ്ടൽക്കാടുകൾ കണ്ടോ,
കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്ക് നമ്മളങ്ങനെ ബോട്ടായിട്ട് പോകട്ടെ. പിന്നെ ഇത് നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്ര അങ്ങോട്ട് അടിപൊളിയാണെന്ന് അറിയില്ലായിരുന്നുണ്ട്. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞ് കൂടുതൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതെ, ഇനി അതൊക്കെ മേലെ. അപ്പോൾ നമുക്ക് ലൈവ് ഫിഷ് ഉണ്ട് ആണല്ലേ, ഫിഷിംഗ് ചെയ്യാം. അവിടെ തന്നെ അവർ ഫ്രൈ ചെയ്ത് തരും. ആണല്ലേ, അതെവിടെ കേട്ടോ? തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ അല്ലേ? ഓക്കെ. കയാക്കിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയാക്കൊക്കെ റെഡി ആയിട്ടിരിക്കണം നമുക്ക് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്ന ബോട്ടിൻ്റെ ക്യാപ്റ്റനാണ് രാഹുൽ. അപ്പോൾ രാഹുലിനെ പരിചയപ്പെടും. രാഹുലിൻ്റെ വീട് എവിടെയാണ്? അടുത്ത് തന്നെയാണോ? ആണല്ലേ, ഓക്കെ. ഇപ്പോൾ രാഹുൽ ഇവിടെ എത്ര വർഷമായി? ഇപ്പോൾ 4 വർഷം ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാണ് നമുക്ക് അടുത്ത പരിപാടികൾ? അപ്പോൾ ബോട്ടിംഗ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാം. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ ബോട്ടിൽ? ഓക്കെ. അപ്പോൾ അതേ കിഡ്സിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ലൈഫ് ജാക്കറ്റ് എല്ലാം സെറ്റാണ് ബോട്ടിൽ. അപ്പോൾ എല്ലാം സേഫാണ് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കയറുന്നു. ആരാണ് ചേട്ടൻ കയറി? നിങ്ങൾ കയറി ഓരോരുത്തരായിട്ട് ചേട്ടൻ കയറി. ബോട്ട് ഇനി എൻ്റെ ടേൺ. അപ്പം ഞാൻ ഇരുന്നോ? അടിപൊളി. ഓക്കെ. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കേണ്ട. അപ്പോൾ രാഹുൽ നമുക്ക് പോവാം. നമ്മളെങ്ങോട്ടാണ് കഴിഞ്ഞ് പോകുന്നത് ഫസ്റ്റ്? ഓക്കെ. അപ്പം നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. നമ്മുടെ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടിലേക്ക് ആദ്യം അവിടെ പോകാൻ പറ്റും. ആ ചേട്ടൻ അവിടെ കക്കവാരനുണ്ട്. കക്കവാരന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതാണ് കക്കവാരന രീതി. കഴുകി ഇങ്ങനെ എടുക്കും അല്ലേ? കക്ക കിട്ടിയിട്ടുണ്ടാവില്ലേ? നമ്മൾ അതേപോലെ തന്നെ വേറൊരു കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാ അടിപൊളി. അതെ, മോഹൻലാലിന് മറ്റേ സിനിമ മാന്ത്രികം സിനിമ ഓർമ്മ വന്നിട്ടാ. കുറച്ചും കൂടെ അടുത്ത് കാണാട്ടാ കടൽക്കാക്കകൾ. നമ്മൾ നോക്കുമ്പോ ഈ സാധനം വെള്ളത്തോടൊപ്പം തന്നെ മുങ്ങിപ്പോയില്ല. ഇതിന് അടുത്ത് കണ്ടിട്ടുണ്ടോ? അതിന്റെ കാലുകളൊക്കെ ഉണ്ടോ? ശരിക്കും താറാവിനെ പോലെ തന്നെയല്ലേ? അടിപൊളി. ഞാൻ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല ഇതിനാ. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോ തന്നെ ഇത് മുങ്ങിക്കളയുമല്ലോ. അടിപൊളി. അതെ അതെ അതെ, ചെറുതാ. കൊക്ക് തന്നെ, കറക്റ്റ് കൊക്ക് തന്നെ. കോന്തുരുത്തി പാലം ഉണ്ടാ. കോന്തുരുത്തി പാലം, ഈ കാണുന്ന കോന്തുരുത്തി പാലം ഉണ്ടാ. നമ്മുടെ എൻ്റെ വീട് പാലത്തിന്റെ അപ്പുറത്തായിട്ട് വരും. ഇതാണ് കൊച്ചിൻ യോട്ട് ക്ലബ് കേട്ടോ. കൊച്ചിൻ യോട്ട് ക്ലബ്. ഞങ്ങളിത് ആ ഒരു ചേണ്ടിരിക്കണുണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം. ഈ ബൽദീവിന്റെ മേളിലൊക്കെ ഇരുന്ന്. പക്ഷെ ഇതുവരെ ഇതിന്റെ അടിയിൽ കൂടെ പോകാൻ പറ്റിയിട്ടില്ല. അതിനൊരു ഭാഗ്യം കിട്ടി. ഈ ഭാഗത്ത് കാണുന്നത് നെട്ടൂര്, ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് കോന്തുരുത്തി. അതെ, പാലത്തിന്
കഴിക്കാൻ. ഡിവൈൻ സ്ട്രീറ്റ് ഫുഡ് കോർട്ട് കിടപ്പുണ്ട് അവിടെ. അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പുറകിലേക്ക് പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഉണ്ട്. ചമ്പക്കര കനാലാണിത്. നാഷണൽ വാട്ടർവേ നമ്പർ 3 ചമ്പക്കര കനാല്. ഇതിൻ്റെ അടിയിൽ കൂടെ ഇതുവരെ പോയിട്ടില്ല. ഇത് നമുക്കൊരു സംഭവം സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. സൈബീരിയൻ കൊക്കാണ് ഈ കാണുന്നത് കേട്ടോ. ബ്ലാക്ക് നെക്ക് ഉള്ളത് അതല്ല, പറഞ്ഞു പോയതല്ല. ഈ ബ്ലാക്ക് നെക്ക് ഉള്ളത് ഇത് സീസണിൽ മാത്രം വരുന്ന സംഭവമാണ്. ഇത് രാവിലെ കുറച്ചും കൂടെ അടുപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, ചെളിയായിരിക്കുമല്ലോ. എന്താ വേണ്ട, അത് സാധാരണയാണ്. ദിവൻ വ്യത്യാസമുണ്ട്. ആ പറക്കണ സാധനമില്ലേ, സൈബീരിയൻ ആണ്. സൈബീരിയൻ സീസൺ വൈസ് വരുന്ന സാധനമാണിത്. മരത്തിന്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. എല്ലാം പല ഇതിൻ്റെയൊക്കെ സയന്റിഫിക്കലി ഇതിൻ്റെയൊക്കെ കുറെ പേരുകളുണ്ടാവും, നമുക്കതറിയില്ല. എന്നാലും കൊക്ക് നമ്മളെല്ലാം നോർമലി പറഞ്ഞ കൊക്കുന്നതാണ് അല്ലേ. സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മള്. തൊട്ടടുത്ത് കണ്ടോ, വേഗണ്ടോ, നമ്മുടെ തേവര ഫെറി ഇട്ടാ. തേവര ഫെറി എത്തിയിട്ടാ. തേവര ഫെറി ബസ് കാണാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ ബസ്സുകളെല്ലാം വന്നിട്ട് തിരിക്കുന്നത് ഈ ഫെറിയിലാണ്. ഇവിടുന്ന് ഒരു കടത്തുണ്ട്, ഇവിടുന്ന് കുമ്പളത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നെട്ടൂരേക്കും ഉണ്ട്. ഈ കാണുന്നതാണ് അതെ, ആ മഞ്ഞ കളറ് കാണുന്നില്ലേ, അതാണ് നമ്മുടെ നെട്ടൂർ ഷാപ്പ് ഇട്ടാ. നെട്ടൂര് ഫേമസ് ആയിട്ടുള്ള പരമുച്ചേട്ടൻ്റെ ഷാപ്പ് എന്ന് പറയുന്നത് ഈ ഷാപ്പാണ്. അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇപ്പൊ ഈ പാലം വന്നേക്കുന്നത്. ഈ പാലം നേരെ പോണത് കുമ്പളം. അപ്പൊ അങ്ങനെ നമ്മള് പരമുച്ചേട്ടൻ്റെ ഷാപ്പും കണ്ട് ഈ കനാലിൽ കൂടെയാണ് നമ്മൾ വാസ് ചെയ്യാൻ പോണേട്ടാ. അടിപൊളി വീടല്ലേ, നല്ല സൂപ്പർ വാട്ടർ ഫ്രണ്ട് വീടുക. ഇത് നമ്മുടെ ക്രൗൺ പ്ലാസയുടെ ബാക്കിലാണ് ഇപ്പൊ ഞങ്ങള്. കറങ്ങി തിരിഞ്ഞ് നെട്ടൂരോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നെട്ടൂരോട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ H2O എന്ന സ്ഥലമാണ്. H2Oന്റെ ഫ്ലാറ്റ് എന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെയും ഇതുപോലെ തന്നെ പൊടി പോലും ഇല്ല. അതെ, ചെറിയൊരു പണി കിട്ടിയായിരുന്നു. പണിയല്ല, ഗോപ്രോൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ ഞാൻ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി നേരെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ബോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ഇനിയും കുറച്ച് പരിപാടികൾ ഉള്ളതാണ്. അപ്പോൾ വേറൊരു അടിപൊളി ഒരു സർപ്രൈസ് സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അതൊരു സർപ്രൈസാണത്. അയ്യോ, നമ്മൾ ഓടിക്കുന്ന ആളില്ല. ക്യാപ്റ്റൻ പൈലറ്റ് ബോട്ട് ഓടിക്കുന്ന പൈലറ്റ് വന്നിട്ടാ. അപ്പോൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇനി പോകാൻ പോകേണ്ടത്. ഇപ്പോൾ ഇത്ര നേരം ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണിച്ചിരുന്നത്. കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ കറങ്ങി. 1.5 മണിക്കൂർ നമ്മൾ നോർമലി കേൾക്കാൻ പറ്റണ്ട. വണ്ടിയുടെ മറ്റേ യമഹയുടെ സൗണ്ട് ഉണ്ടല്ലോ, കേൾക്കണ്ട. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഈ കംപ്ലീറ്റ് ഏരിയ തേവര, കോന്തുരുത്തി, നെട്ടൂര്, മാടവന ആ ഏരിയ കംപ്ലീറ്റ് കറങ്ങി തിരിച്ചതേ ഞങ്ങൾ അവിടെ തന്നെ വന്ന്. എന്നിട്ട് ഞാനിപ്പോൾ ബാറ്ററി മാറ്റി ഗോപ്രോൻ്റെ. ഇനി പോകാൻ പോകുന്ന സ്ഥലം അതൊരു സൂപ്പർ സ്ഥലമാണ്. ഇത്ര കണ്ട എല്ലാ സൂപ്പർ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. ഓക്കെ, കാണാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചാടി ഇറങ്ങിയിട്ടാ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോ. എന്നോട് പേരെന്തോ? നിമിൽ. അപ്പൊ നിമിലാണ് ഇവിടുത്തെ ഇൻചാർജ് അല്ലേ? അതെ, പപ്പ ഉണ്ടല്ലേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. ഇതൊരു ഐലൻഡ് സെറ്റപ്പ് ആക്കി എടുത്തേക്കാണ് അല്ലേ? ഇതിനെപ്പറ്റി എന്തൊക്കെയാ പറയാ? ആണല്ലേ? ആഹാ, മാമാങ്കം സിനിമയിലെ സെറ്റ് പൊളിച്ച്
ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തേക്കണേണ് ഇവരുട്ടാ. ഇത് കണ്ടില്ലേ, അതാണ് ഇത്. വാളും പരിചയമൊക്കെ ഉണ്ട്. അതാണ് അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതിപ്പോ അല്ലേ, അത് മാമാങ്കത്തിലെ വാളും പരിചയമൊക്കെ ഉണ്ട് ഇതിനകത്ത്. കുന്തമുണ്ട്. എന്റെ മുന്നോ അമ്പും ബില്ലൊക്കെ ഉണ്ടല്ലോ. ക്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ ക്രെയിൻ ഇല്ലേ, ആ ക്രെയിനിന്റെ ആ തൊട്ടായ ഏരിയയിലായിരുന്നു ഈ മാമംഗം ഷൂട്ട് ഒരു സെറ്റ് ഇട്ട് വെച്ചത്. അപ്പൊ ആ സെറ്റ് കംപ്ലീറ്റ് അവർ അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചേക്കുന്നുണ്ട്. അപ്പൊ ഈ വഞ്ചിയൊക്കെ അതിനെ തള്ളണം. അല്ല വഞ്ചി സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ അതിന്റെ പാർട്സ് വെച്ച് ചെയ്തെടുത്തതാ ആണല്ലേ. ഈ വഞ്ചിപ്പേര ഉണ്ടാക്കിയേക്കണ അതുകൊണ്ടായിരുന്നു അല്ലേ. ഓഹോ അടിപൊളി. അതെന്തായാലും പൊളിച്ച് അല്ലേ. അവിടെ നമുക്ക് അവിടെ കൂടില്ലേ, അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പിടിക്കാം അല്ലേ. അതിൽ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾ തന്നെ വറുത്തോ അല്ലെങ്കിൽ കറി വെച്ച് എന്തെങ്കിലും എങ്ങനെയെങ്കിലും അല്ലേ. എന്ന് വെച്ചാൽ ഇതുങ്ങള് നമ്മള് മറ്റേ ഫിഷറീസ് ഇല്ലേ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് നമ്മള് കരിമീന്റെ തള്ള മത്സ്യങ്ങൾ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവം ഈ ഭാഗത്തല്ലേ. അത് കൂടാതെ തന്നെ നമുക്ക് പുഴയിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇതിലിട്ടിടും. അപ്പൊ ഇപ്പൊ അതുങ്ങളൊക്കെ വലുതായിട്ടുണ്ടാവും. അപ്പൊ പല സൈസ് ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പൊ നമ്മ കുറച്ചു നാൾ കഴിയുമ്പോ പിന്നെ ഇതിൽ നിന്ന് കരിമീൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ചെമ്മീൻ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെയൊക്കെ നമ്മള് പിടിക്കും. ഇപ്പൊ കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട് ഇതില്. ഒരു കരിമീൻ എത്ര മാസമായ കുഞ്ഞുങ്ങളായിരിക്കും ഇതിനകത്തുള്ളത്? ഇതിലിപ്പോ ആദ്യം ഇട്ടതാണെങ്കിൽ ഇപ്പൊ ഒരു 9 മാസമൊക്കെ ആയിട്ടുണ്ടാവും. 9 മാസമായ കുഞ്ഞുങ്ങളാണല്ലേ. 9 മാസം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഹാർവെസ്റ്റ് ചെയ്യാറായതാണ്. പിന്നെ അതുപോലെ ഒരു കരിമീൻ മുട്ടയിട്ടാല് 2000 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും ആണല്ലേ. അതില് 1000 ഒക്കെ കിട്ടും. ആണല്ലേ. എന്ത് പേരെന്താ? നിക്സൺ അല്ലേ. ചേട്ടൻ്റെ ഇപ്പൊ ഈ സംഭവം അല്ലേ. അടിപൊളി. എന്തായാലും ഇങ്ങനെ ഇത്രയും സൂപ്പറാക്കി എടുത്തതില് ഇതിപ്പോ അധികം നാളായി ഇങ്ങനെ ചെയ്ത്. ഒരു വർഷമായല്ലേ. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത പാലാണ്. ആണോ? ലോക്ക്ഡൌണിലെ ഞങ്ങള് തടിയിടാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ കുറെ മുള വെട്ടി കിട്ടി. അങ്ങനെ അതുകൊണ്ട് പാലുണ്ടാക്കിയല്ലേ. ഞാനും അപ്പച്ചനും വേറൊരു ചേട്ടനും കൂടി ഇരുന്ന് ഉണ്ടാക്കി. ഇതൊക്കെ ഇപ്പൊ മറ്റേ ഷൂട്ടിങ്ങിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ പൊളിച്ച് കളഞ്ഞതാ. അപ്പൊ ഞാനിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതെന്തായാലും അടിപൊളിയാണ്. കാവുകളിലൊക്കെ ഉള്ള ഇത് 4 ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പന്തക്കാല് ഈ ഇതിന്റെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് അവിടെ നിന്ന് കാണുമ്പോഴേ ഈ 2 സാധനം അവിടെ നിന്ന് കാണുമ്പോഴേ പന്തക്കാല് കയറ്റി ഇറക്കിയും പിന്നെ ചെമ്മീൻ അല്ലെങ്കിൽ മീൻ പിടിക്കണൊക്കെ ഇതിൽ കൂടിയാ ഇതിനകത്തുന്നുള്ള അല്ലേ. അപ്പൊ നമുക്ക് ഫിഷിനൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. നമുക്കപ്പൊ ഒന്ന് പോയി നോക്കാം. ഇവിടെയാണ് ടൂറിസ്റ്റുകൾ വന്ന് ഇതിൽ നിന്ന് മീന് തീറ്റ കൊടുക്കും. പിന്നെ ചൂണ്ടയിട്ട് പിടിക്കും. ഇതിനെ ഹാപ്പ എന്നാ പറയണ. ഈ അത് റെഡ് തിലോപ്പിയ തായ്ലൻഡ് സാധനമാണ്. തിലോപ്പിനെ ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ. ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ നൈസായിട്ടൊന്ന് ചൂണ്ടിട്ട് നോക്കാൻ വേണ്ടി. അത് ഈ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂടിൻ്റെ ഉള്ളിൽ ചൂണ്ടിടുക. അതിൽ നിന്ന് കിട്ടുന്ന മീനിനെ നമുക്ക് അവർ പൊരിച്ചാ വറുത്താ കറി വെച്ചാ അല്ലേ നിക്സേട്ടാ? എങ്ങനെയാണ് പൊരിച്ച് വറുത്ത് കറി വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയയിൽ നമ്മുടെ എങ്ങനെ വേണമെങ്കിലും അവർ ചെയ്ത് തരും. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. നമുക്ക് ലക്ക് ഉണ്ടായില്ലേന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ ചേട്ടൻ നിജോ ചേട്ടനാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ഇടണേ? ചെമ്മീനാണ് നമ്മൾ ഇടുന്നത്. ഇവിടെ നിന്ന് തന്നെ പിടിച്ച ഇവിടെ നിന്ന് തന്നെ വാരിയ നല്ല ഫ്രഷ് ചെമ്മീൻ. നിമ്മിലൊരു കുറെ ചെമ്മീൻ കൂടെ ഇടാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. 1 കിലോന്റെ സൈസുള്ള മീൻ. ഈ സമയം അതാണ് അവന് വിശപ്പില്ലാത്ത സമയമാണ്. അവൻ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. അടിപൊളി. ഇടവില്ല ഇങ്ങോട്ട് വാട കയറി അനങ്ങണില്ല. ഫ്രഷ് ഇതാണ് കേട്ടോ. ഇത് എത്ര കിലോ ഉണ്ടാവും? ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ ഗിഫ്റ്റ് തിലാപ്പിയാണ് നമ്മൾ ഈ കാണുന്നത്. ചിത്രലാട ഗിഫ്റ്റ് തിലാപ്പി അല്ല. അവൻ പിടച്ചു കഴിഞ്ഞപ്പോ അതെ 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 അടിപൊളി. അപ്പൊ എന്തായാലും ഭാഗ്യമുണ്ട് കേട്ടോ. അപ്പൊ ഇവനെ തന്നെ നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്യാം. ഈ ചിത്രലാടേന അല്ലെ ചിത്രകുത്തനെ നമ്മളങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ട. റെഡിയാക്കിയല്ല. അപ്പൊ എന്താ ചെയ്യാൻ വേണ്ട നിമ്മില് വറക്കാൻ നിമ്മില് ഇഷ്ടത്തിൽ ചെയ്തു വറക്കാൻ മതി. അപ്പൊ നമുക്ക് ഫ്രൈ ആക്കാം ചിത്രലാടേന. അടിപൊളി. അപ്പൊ എന്തായാലും അല്ലേ ഭാഗ്യം ഉണ്ടല്ലേ. അപ്പൊ എനിക്ക് പണ്ട് പോലെ ചൂണ്ടിടുമ്പോ ഒരു ഭാഗ്യമില്ലാതെ ഒന്നും കിട്ടാതെയാണ്. ഇതൊക്കെ എന്താണെന്ന് പിന്നെ ഇതിലുണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം മീനുകളുണ്ട്.
ഈ സമയത്ത് കിട്ടാറില്ല. ഈ സമയം അതൊരു ഭാഗ്യമാണ്. അതെ, ഈ സമയത്ത് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം എന്നാ പറയണത്. അപ്പോൾ നമുക്ക് ആ മീൻ, കിട്ടിയ മീനെ നമുക്ക് ഫ്രൈ ആക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചിത്രലാടേനെ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ട. ഡിസംബർ തന്നെയാണ് അവനങ്ങോട്ട് കട്ട് ചെയ്യണത്. കട്ടിയുള്ള മുള്ളാണ്, സ്ട്രോങ് മുള്ള. പച്ചക്കുരുമുളക് നമ്മൾ അരച്ചെടുക്കും മിക്സിയിൽ. വേറെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടാതെ പച്ചക്കുരുമുളക് കൂടി അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ടേസ്റ്റ്. മസാല എടുത്തിട്ട് ഇതിലേക്ക് നല്ലതുപോലെ തേച്ചങ്ങ് പിടിപ്പിക്കുക. ശരിക്കും തേച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാവും. നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല, കാരണം എല്ലാവർക്കും ലൈവായിട്ട് പിടിക്കണം. അപ്പൊ തന്നെ കാണണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്, അവരുടേതായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. മിക്കവർക്കും എരിവ് കൂടുതൽ വേണമെന്ന് പറയാറുള്ളത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പച്ചക്കുരുമുളക് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലാണ്. അത് കഴിച്ചു നോക്കിയല്ല അതിന്റെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പറയണ്ട. കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ലേ അല്ലേ? നമുക്ക് ഈ ഫിഷ് അല്ലാതെ വേറെ എന്തെങ്കിലും ഫുഡ് നമ്മളിവിടെ അത് ആദ്യമേ ഓർഡർ ചെയ്യണം. കാരണം ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് പഴയത് കൊടുക്കണ പരിപാടി ഇല്ല. വന്ന് ഒരു ഗസ്റ്റ് ഓൾറെഡി വന്നതിന് മുമ്പ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ 1 മണിക്കൂർ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക്. അപ്പൊ ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നിട്ട് അത് പറഞ്ഞ മീൻ പിടിച്ചിട്ട് അതിന്റെ ഒരു ക്വാണ്ടിറ്റി, അതിന്റെ ഇത് റേറ്റ് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോവും. നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോ റെഡി ആയിരിക്കും അല്ലേ? ഇപ്പൊ അത്യാവശ്യം കപ്പ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞങ്ങള് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് ചൂണ്ടിട്ട് പിടിച്ച് കണ്ടല്ല. അപ്പൊ അങ്ങനെ ചെയ്തോണ്ടാണ്. ഇതിപ്പോ നേരത്തെ പ്രീ പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പൊ എല്ലാത്തിനും സമയം വേണമല്ലോ. ആ മീനെ കിട്ടിയത് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ്. പിന്നെ വീഡിയോ കട്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടിയെന്ന് പറഞ്ഞ് സമയം എടുത്തിട്ടാ. എന്നാലും കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം അല്ലേ? ഈ സമയത്ത് അങ്ങനെ കിട്ടാറില്ലല്ലോ. അതെ 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 അതെ, അതുകൊണ്ടായിരിക്കണം താല്പര്യമുള്ളതുകൊണ്ട്. അപ്പൊ നമ്മുടെ ചിത്രലാട റെഡി ആയിട്ടിരിക്കേണ്ടത് നമുക്ക് വേണ്ടി. ചിത്രലാട ഫ്രൈ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. കാണണ്ടേ ചിത്രലാടേനെ? അതേ നോക്കിക്കോ. ചൂടാണെന്നുണ്ടോ? അടിപൊളി, നല്ല ചൂടാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ ചിത്രലാട. കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് വേണം അല്ലേ? ഓക്കെ, ചിത്രലാട പച്ചക്കുരുമുളക് ഇട്ട ചിത്രലാട നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ട. കാണാൻ പറ്റണ്ട? തരല്ല, അടിപൊളി. ആ കുരുമുളക് പൊടിയുടെ എന്താ വാ ചൂടുണ്ട്, ചൂടുണ്ട് കേട്ടാ. കഴിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണോ? സൂപ്പറാണോ? എന്നാ സേറാക്കുട്ടി സൂപ്പറല്ലേ? ഇഷ്ടപ്പെടാ? ഇനിയും തരാം കേട്ടാ. അടിപൊളി, ഒരു രക്ഷയില്ല അല്ലേ? ആ പച്ചക്കുരുമുളകിന്റെ ആ ഒരു എന്താ വാ വലിയ കഷ്ണം തരാടാ. അവന് വലിയ കഷ്ണം. എന്നാ അടിപൊളി സാധനം. ചേട്ടൻ നമ്പറാണ് ഈ താഴെ കാണുന്നത് കേട്ടോ. ചേട്ടാ സൂപ്പർ ഫുഡ്. ആ പച്ചക്കുരുമുളകിന്റെ ആ ടേസ്റ്റ് നമ്മളിനി വേറെ ദിവസം വരുന്നതാണ്. വേറെ ദിവസം നല്ല ഹെവി ആയിട്ട് വരുന്നതാണ്. ചെറിയ ആംബിയൻസ് ഒരു 25 പീപ്പിൾസിന്റെ പാർട്ടി കിടന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഏരിയയാണ്. അപ്പൊ അതിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം മിക്സിംഗ് അങ്ങനെയൊക്കെ ചെയ്യാല്ലേ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ചെറിയൊരു പാർട്ടിയൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നേരത്തെ വിളിച്ച് ബുക്ക് പറയണമെന്നുള്ള എന്തൊക്കെ വേണോന്നുള്ള നമ്മള് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല. അതെ. കാര്യം വെച്ചാല് അതെ, നമ്മള് മെയിൻ ആയിട്ട് ഞങ്ങള് ഈ ഫിഷിന്റെ ബ്രീഡിങ്, പിന്നെ അതിനെ വളർത്തി എന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുക, അല്ലെങ്കിൽ മീനെ വിൽക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ചെയ്യണം. അതിന്റെ കൂട്ടത്തില് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ചെയ്തു കൊടുക്കുന്നേ ഉള്ളു. അതെ, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയില് അതേ ക്വാളിറ്റിയില്. അതിപ്പോ കഴിച്ചപ്പോ മനസ്സിലായി.
മീൻ, അതായത് ആ ജീവനോടെ പിടിച്ച് അപ്പൊ തന്നെ ചെയ്തു കൊടുക്കണതിന്റെ ടേസ്റ്റ് അത് അനുഭവിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. കാര്യം വെച്ചാല് അതെ അതെ. അപ്പൊ ഇനിയിപ്പോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇത്. ഇപ്പൊ നമ്മള് ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. ഈ മീനെ പിടിച്ച് ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് എന്റെ അറിവിൽ. പക്ഷെ എന്നാലും ഈ ഒരു നമ്മുടെ ഈ സിറ്റിയുടെ നടുക്ക് ഈ ഒരു നമ്മുടെ ഈ സിറ്റിയുടെ നടുക്ക് എന്ന് പറയുമ്പോൾ നെട്ടൂരി പാലത്തിന്റെ കുണ്ടന്നൂർ പാലമാണ് അവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഇത്രയും നല്ല മനോഹരമായ ഒരു സ്പോട്ട്, നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്. പിന്നെ നമ്മുടെ രാഹുൽ നമ്മളെ കൊണ്ടേ കറക്കി അവിടെ ഇവിടെയൊക്കെ കൊണ്ടേ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണിച്ച് നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. വേറൊരു ആംഗിളിൽ കൂടെ നമ്മൾ റോട്ടിൽ കൂടെ പോയിട്ടില്ല കണ്ടിട്ടുള്ളതൊക്കെ. ഇതിപ്പോൾ പുഴയിൽ കൂടി പോയി ആ ചെറിയ കനാലിൽ കൂടെ പോയി കണ്ട് അതും വേറൊരു എക്സ്പീരിയൻസ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ Travel Tech Mac Gino signing out.